നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാരോപണ പരാതികൾ, അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ, അതിനൊരു അവസാനമില്ല. സത്യമേത് കള്ളമേത് എന്നൊക്കെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും സജീവമായ ഷഹനാസ് എം.എ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ഷഹനാസിന്റെ കള്ളങ്ങൾ പൊളിയുന്നതോടെയാണ് ഇപ്പോൾ ഷഹനാസിന് തിരിച്ചടിയായി മാറുന്നത്. ഷഹനാസ് പറയുന്ന പല കാര്യങ്ങളും കള്ളത്തരങ്ങളാണ് എന്ന് തെളിയുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ. തനിക്കെതിരെ സൈബർ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പരാതിപ്പെടുന്നതിനിടയിലാണ് ഇപ്പോൾ ഷഹനാസിന്റെ ചില വാക്കുകൾ അത് കല്ലുവെച്ച നുണയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സ്ത്രീപക്ഷപാതത്തിന്റെയും ഫെമിനിസത്തിന്റെയും പേരിൽ നടത്തുന്ന തട്ടിപ്പുകൾ പ്രമുഖ പ്രസാധകരും KPCC സാംസ്കാരിക സാഹിതി ജനറൽ സെക്രട്ടറിയുമായ M.A. ഷഹനാസ് ഉൾപ്പെടുന്ന ഒന്നായിട്ട് മാറുന്നു എന്നുള്ള ഗുരുതര ആരോപണവുമായിട്ട് കോൺഗ്രസ് നേതാവും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതോടെ ഷഹനാസിന്റെ ചില കള്ളങ്ങൾ കൂടെ പുറത്തു വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഷഹനാസ് IAS നേടി എന്ന് വ്യാജമായി അവകാശപ്പെടുകയും അതിന്റെ പേരിൽ പദവികളും സ്വീകരണങ്ങളും കൈപ്പറ്റി എന്നുമുള്ള പ്രധാന ആരോപണമാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വസ്തുതാപരമായ അന്വേഷണം ആവശ്യപ്പെട്ട് UPSC ചെയർമാൻ മുതൽ കേന്ദ്ര മന്ത്രാലയങ്ങൾക്ക് വരെ പരാതി നൽകിയിരിക്കുകയാണ് ശ്രീനാദേവി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കേരള മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, UPSC ചെയർമാൻ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, കേരള ഗവർണർ, കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി എന്നിവർക്കൊക്കെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് എന്നാണ് വിവരം. എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ ഷഹനാസ് 2014 സിവിൽ സർവീസ് നേടിയെന്ന് അവകാശപ്പെടുന്നത് വലിയ തോതിലുള്ള ചർച്ചകൾക്കും ആക്ഷേപങ്ങൾക്കുമാണ് വഴിവെച്ചിരിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന അവകാശവാദങ്ങൾ അത് തികച്ചും വ്യാജമാണെന്നും പഠിച്ച കോളേജിൽ പോലും നുണ പറഞ്ഞ് സ്വീകരണം ഏറ്റുവാങ്ങിയ ഒരാളാണ് ഷഹനാസ് എന്നുമാണ് ശ്രീനാദേവി തുറന്നടിക്കുന്നത്. 2014 റിസൾട്ട് പരിശോധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം നൽകാൻ UPSCയോട് പരാതിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. IAS പദവി ദുരുപയോഗം ചെയ്ത് വിദേശത്തും സ്വദേശത്തും നടത്തിയിട്ടുള്ള തട്ടിപ്പുകളെ കുറിച്ചും അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഷഹനാസ് നിലവിൽ വലിയ രീതിയിലുള്ള സൈബർ പോരാട്ടങ്ങളും നിയമ നടപടികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പുതിയൊരു ആരോപണങ്ങൾ കൂടെ അല്ലെങ്കിൽ പുതിയൊരു അന്വേഷണം കൂടെ തനിക്കെതിരെ വരുന്നത് എന്ന് പറയുമ്പോൾ ഷഹനാസ് കുറച്ച് വെള്ളം കുടിക്കുമെന്ന് ചുരുക്കം. സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് റിയാസ് മലബാറി എന്ന് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഷഹനാസ് കൃത്യമായി മറുപടി നൽകിയില്ല എന്നുള്ള ഒരു ആരോപണവും ശ്രീനാദേവി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. IAS നുണയാണോ, 2 ID കാർഡ് ഉണ്ടോ, 2 അക്കൗണ്ടുകൾ വഴിയാണോ പബ്ലിക്കേഷൻസ് നടത്തുന്നത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു പ്രസക്തമായിട്ടുള്ളത്. എന്നാൽ ആ ചോദ്യങ്ങൾക്ക് പ്രസക്തമല്ലാത്ത വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള മറുപടികൾ, ക്യാപ്സ്യൂളുകളായിരുന്നു ഉയർത്തിയത് എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. കഥാകൃത്ത് VR സുധീഷിനെതിരെ വ്യാജ മീറ്റു ആരോപണം ഉന്നയിച്ച അപകീർത്തിപ്പെടുത്തി എന്ന കേസിൽ ഷഹനാസിനെതിരെ കോടതി ജാമ്യമില്ല അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച കാര്യവും ശ്രീനാദേവി കുഞ്ഞമ്മ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന പരാതിയും ഷഹനാസിനെതിരെ ശ്രീനാദേവി ഉറച്ചു പറയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ഇവരുടെ പ്രതികരണം ശ്രദ്ധയാകർഷിക്കാനുള്ള കാരണം. സ്ത്രീപക്ഷപാതത്തെയും ഫെമിനിസത്തിന്റെയും പേരിൽ നടത്തിപ്പുന്ന തട്ടിപ്പുകൾ സ്ത്രീ സമൂഹത്തിന് തന്നെ അപമാനമാണ് എന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ ഫേസ്ബുക്കിലൂടെ പോസ്റ്റിലൂടെ പരാമർശിക്കുകയായിരുന്നു. സിവിൽ സർവീസ് പഠനത്തിനായി വിഷയങ്ങൾ ഒഴിഞ്ഞുവെക്കുന്ന ഒട്ടേറെ ഉദ്യോഗാർത്ഥികളുള്ള കേരളത്തിൽ ഇത്തരം വ്യാജ അവകാശവാദങ്ങൾ വെച്ച് പൊറുപ്പിക്കാനാകില്ല എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ തന്റെ ഫേസ്ബുക്ക് പേജുകളിലൂടെ പ്രതികരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഷഹനാസിനെതിരെ ശ്രീനാദേവി കുഞ്ഞമ്മ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് പൂർണ്ണ രൂപത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. അതായത്, മാധ്യമങ്ങളിൽ നിന്നും പത്രവാർത്തകളിൽ നിന്നും ഷഹനാസ് M.A എന്ന പേരിലുള്ള ഒരു എഴുത്തുകാരി പലതരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അപമാനിക്കുന്ന രീതിയിലും VR സുധീഷ് എന്ന കഥാകൃത്തിനെതിരെ വ്യാജ മീറ്റു ആരോപണം നടത്തിയെന്ന് ആക്ഷേപിക്കുന്ന രീതിയിലും സംസാരിക്കപ്പെട്ടതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ ശ്രീ നിയാസ് മലബാറി എന്ന വ്യക്തി എഴുതുന്ന ചില കുറിപ്പ് പലതവണ കാണാനും ഇടയായിട്ടുണ്ട്. ഷഹനാസ് എനിക്കെതിരെ സാഹിത്യകാരൻ VR സുധീഷ് നൽകിയ
മാനനഷ്ട കേസിൽ ഇവർ പലതവണയും കോടതിയിൽ ഹാജരാകാതെ ഇവർക്കെതിരെ കോടതി ജാമ്യമില്ല അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതായിട്ടാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് താനൊരു വാർത്ത ശ്രദ്ധിച്ചത്. നിബു വർഗീസ് എന്ന ഒരു വ്യക്തിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അപമാനിച്ചു എന്ന രീതിയിൽ ഇവർ ഒരു പരാതി കൊടുത്തിരിക്കുകയാണ്. പക്ഷേ വിസ്മയം എന്തെന്നാൽ ഇവർ പരാതി കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ ഇവരെ പറ്റി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന നിയാസ് മലബാറിക്കെതിരെയാണ്. സ്വാഭാവികമായും നമുക്ക് ഉറപ്പാക്കാം നിയാസ് മലബാറി പറഞ്ഞ കാര്യങ്ങൾ ഖണ്ഡിക്കുവാനുള്ള ഒരു വാദങ്ങളും ഇവരുടെ കയ്യിൽ ഇല്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇവർ ആ വ്യക്തിയെ അറ്റാക്ക് ചെയ്യാതെ ഇവർക്കെതിരെ എന്തോ കുറിപ്പുകൾ എഴുതിയ നിബു വർഗീസിനെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ്. റിയാസ് മലബാറി IAS ലഭിച്ചു എന്ന് നിങ്ങൾ നുണ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇവർ മെഹന്തി ഇടുന്ന പടം ഇടുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് 2 ID കാർഡില്ലേ എന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇവർ ബീച്ചിലിടുന്ന് കുമിളവിടുന്ന പടങ്ങളാണ് ഇടുന്നത്. പബ്ലിക്കേഷൻ സ്ഥാപനം നടത്തുന്ന നിങ്ങൾക്ക് 2 അക്കൗണ്ട് ഇല്ലേ എന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇവർ മഞ്ചേരിയിലുള്ള ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഇടുന്നു. അതല്ലാതെ ആ വ്യക്തി ചോദിച്ച ഒരു ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ ഷഹനാസ് നിന്നിട്ടില്ല എന്നുള്ളതാണ് ആരോപണം. അവരുടെ വിവാഹപൂർവ്വ ബന്ധങ്ങൾ അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് അവർക്ക് കാഴ്ചപ്പാടുണ്ടാകാം എന്നതുകൊണ്ട് ആ വിഷയത്തിൽ എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കില്ല. പക്ഷേ സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന ഈ ആരോപണ പ്രത്യാരോപണങ്ങളിൽ 22 ദിവസമായിട്ടും ആരോപണ വിധേയ ശ്രീമതി MA ഷഹന സത്യം എന്തെന്ന് പറഞ്ഞത് കണ്ടില്ല. IAS എന്ന് വ്യാജമായി പറയുകയും അതിന്റെ പേരിൽ സ്വീകരണവും മറ്റു കാര്യങ്ങളും നേടുകയും ചെയ്യുന്നത് വരെ ഗുരുതരമായ കുറ്റമാണ്. IAS ആണെന്ന് പറഞ്ഞ ഇവർ നാട്ടിലും വിദേശത്തും എന്തൊക്കെ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഇതിനാൽ നിജസ്ഥിതി അന്വേഷിച്ച് കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും UPSC ചെയർമാനും മന്ത്രാലയത്തിനും കേന്ദ്രമന്ത്രിമാരായ ശ്രീ സുരേഷ് ഗോപിക്കും ശ്രീ ജോർജ് കുര്യനും കേരള ഗവർണർക്കും കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്കും ഇന്ന് പരാതി നൽകിയിട്ടുണ്ട്. 2014 റിസൾട്ട് പരിശോധിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരണം എന്നാവശ്യപ്പെട്ട് UPSCയെയും സമീപിച്ചിട്ടുണ്ട്. സിവിൽ സർവീസ് പഠനത്തിനായി വർഷങ്ങൾ ബലി കൊടുത്ത ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ കേരളത്തിലുണ്ട്. പക്ഷേ പഠിച്ച കോളേജിൽ നുണ പറഞ്ഞു സ്വീകരണം വാങ്ങാൻ അസാമാന്യമായിട്ടുള്ള നുണകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. NB ചരിത്രത്തിലെ കരുത്തുറ്റ അന്തസ്സുള്ള സ്ത്രീകളുടെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ തണലിൽ നിന്നുകൊണ്ട് സൗകര്യപൂർവ്വം ആദർശത്തെക്കുറിച്ചും ഫെമിനിസത്തെക്കുറിച്ചും പുലമ്പുന്ന ചില സ്ത്രീകൾ ഇന്ന് വലിയ സ്ത്രീപക്ഷവാദികളായി സ്വയം പ്രഖ്യാപിക്കുന്ന കാഴ്ച രാഷ്ട്രീയ കേരളത്തിൽ സർവ്വസാധാരണമായി മാറുന്നുണ്ട്. ഒരുപാട് അന്തസ്സുള്ള സ്ത്രീകളും പുരുഷന്മാരും നഷ്ടപ്പെടലുകളിലൂടെ സൃഷ്ടിച്ചെടുത്ത ആത്മത്യാഗത്തിന്റെ ചരിത്രമാണ് നമ്മുടെ സ്ത്രീ മുന്നേറ്റത്തിനുള്ളത്. അതിന്റെ ഇന്നലകൾ നുണകളില്ല. ഇന്നുകളിലും നാളുകളിലും സ്ത്രീ സമൂഹത്തിന് അഭിമാനത്തോടെ നടന്നു നീങ്ങാൻ സാധിക്കുന്ന സത്യത്തിന്റെ വെളിച്ചം കൂട്ടുന്നുണ്ട്. അതല്ലാത്തത് എന്തിനും നീർക്കുമിളകളുടെ അല്പ ജൽപ്പനം മാത്രമാണ് സ്വന്തം. എന്നാലും ഇത്തരത്തിൽ ഷഹനാസിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ ഒരു അന്വേഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ കള്ളങ്ങൾ പൊളിഞ്ഞെടുങ്ങുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ആ അന്വേഷണം എപ്പോഴുണ്ടാകും എന്ന് ഉറ്റുനോക്കുകയാണ് ജനങ്ങൾ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടക്കം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ഷഹനാസ് വാ തുറഞ്ഞാൽ കള്ളം മാത്രമേ പറയൂ എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ. UPSC സംവിധാനങ്ങളെ കുറിച്ച് വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഷഹനാസ് അഭിപ്രായപ്പെടുന്നത്, അല്ലെങ്കിൽ ആരോപണം, അല്ലെങ്കിൽ ഷഹനാസ് ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഇതേ സംവിധാനങ്ങൾക്ക് തന്നെയാണ് എന്നുള്ള പൊതുജന അഭിപ്രായം വന്നു കഴിഞ്ഞു. ഇനി അത്തരത്തിൽ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഷഹനാസിനെ നേരിടാൻ സാധിക്കുന്ന ആ ഒരു നിയമ നടപടി എന്ന് ഉറ്റുനോക്കുകയാണ് കേരളം.